യാദൃശ്ചികമായിട്ട് ഞാൻ എൻ്റെ പണ്ടത്തെ ഒരു വീഡിയോ ഇങ്ങനെ സജഷനിൽ കാണാനിടയായി. അപ്പോൾ ഞാനത് പെട്ടെന്ന് കണ്ടപ്പോൾ ഞാൻ എൻ്റെ 2 മക്കളെയും കൊണ്ട് ബാംഗ്ലൂർ വന്നപ്പോൾ സ്ട്രഗിൾ ചെയ്ത കുറേ ആ സമയത്ത് കൺസിസ്റ്റൻ്റായിട്ട് ഞാൻ വീഡിയോ ഇടുമായിരുന്നു കേട്ടോ. അങ്ങനെ അതൊക്കെ ഇങ്ങനെ ആ ഒരു കുഞ്ഞു മക്കളുടെ കളികളും ഇതൊക്കെ ഇങ്ങനെ കണ്ട് അന്നത്തെ എന്നെ കാണുമ്പോൾ അന്നത്തെ ഞാൻ ചെയ്യുന്ന ഓരോരോ കാര്യങ്ങളൊക്കെ നമ്മളിങ്ങനെ അതൊക്കെ ഡെയിലി വീഡിയോസ് ആയിരുന്നു ഞാൻ ഷൂട്ട് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ അതൊക്കെ ഇങ്ങനെ കാണുമ്പോൾ എന്തോ ഒരു മനസ്സിനൊരു സന്തോഷം കിട്ടി കേട്ടോ. അപ്പോൾ അന്ന് ഞാൻ അത്രയും കൺസിസ്റ്റൻ്റായിട്ട് ഇട്ടല്ലോ, പക്ഷേ ഇപ്പോൾ എന്തുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യാത്തതെന്ന് എനിക്ക് അറിയത്തില്ല. ഈ കൺസിസ്റ്റൻസി എന്ന് പറയുന്ന ഒരു വലിയ സംഭവമാണ് യൂട്യൂബിൽ. ഓക്കെ, എനിവേ ഞാനിന്ന് സംസാരിക്കുമെന്ന ടോപ്പിക് എന്ന് പറഞ്ഞാൽ നിങ്ങളെല്ലാവരും തന്നെ യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്യണം. എന്നെ ഈ വീഡിയോ കാണുന്ന എല്ലാ ലേഡീസും, നിങ്ങളൊരു ഹൗസ് വൈഫ് ആയിക്കോട്ടെ, നിങ്ങൾ ഒരു ജോലിക്ക് പോകുന്നവരായിക്കോട്ടെ, എന്തെങ്കിലും ഒരു വീഡിയോസ് നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യണം, ഒരു യൂട്യൂബ് ചാനൽ നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യണം. സോ ഇന്നല്ലെങ്കിൽ ഒരു നാൾ നിങ്ങളത് എന്തായാലും കൺസിസ്റ്റൻ്റായിട്ട് വീഡിയോ ആയിട്ട് ഉറപ്പായിട്ട് നിങ്ങൾക്ക് മോണിറ്റൈസ്ഡ് ആവും. നിങ്ങൾ ഒരു രീതിക്ക് മറ്റൊരു രീതിക്ക് നിങ്ങൾ ഉറപ്പായിട്ട് അത് ഹെൽപ്പ് ചെയ്യും. സോ നമ്മൾ ഈ കൺസിസ്റ്റൻ്റായിട്ട് ഇടുക എന്ന് പറയുമ്പോൾ നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം നിങ്ങൾക്ക് നമ്മൾ ഡെയിലി നമ്മളതിൽ എഫേർട്ട് ഇട്ടാൽ മാത്രമേ നമുക്കത് വർക്കാകത്തുള്ളൂ കേട്ടോ. എപ്പോഴെങ്കിലും ആയിട്ട് ഇങ്ങനെ ഇട്ട് അങ്ങനെ വർക്കാകുന്ന ആൾക്കാർ റെയറായിട്ടുണ്ട് കേട്ടോ. വളരെ പെട്ടെന്ന് തന്നെ ക്ലിക്കായി പോകുന്നവർ. നമുക്കെല്ലാവർക്കും തന്നെ ആഗ്രഹമാണല്ലേ ഒരു യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്യണം, അത് മോണിറ്റൈസ്ഡ് ആവണം, അതിൽ നിന്ന് വരുമാനം കിട്ടണം. ഇതൊക്കെ നമ്മൾ ഭയങ്കര ആഗ്രഹമാണല്ലേ. പക്ഷെ എല്ലാവർക്കും സ്റ്റാർട്ട് ചെയ്യണമെന്ന് മനസ്സിൽ ആഗ്രഹം ഉണ്ടാകും. പക്ഷേ ആൾക്കാരെന്ത് വിചാരിക്കും, ഞാൻ എന്താ ഇടുക, ഞാൻ എന്ത് സ്പെഷ്യലാണ് കാണിക്കുക, എനിക്കൊന്നുമില്ല, അങ്ങനെയൊക്കെ വിചാരിക്കുന്നവരുണ്ട്. ഒരു പെർഫെക്റ്റ് ടൈമിന് വേണ്ടി നോക്കിയിരിക്കുന്നവരുണ്ട്, അല്ലെങ്കിൽ എൻ്റെ ക്യാമറ ശരിയില്ല എന്ന് പറഞ്ഞിരിക്കുന്നവരൊക്കെ ഉണ്ട്. നിങ്ങൾ ഒന്നുകൊണ്ട് പേടിക്കേണ്ട. നിങ്ങൾ ക്യാമറ എടുക്കുക, നിങ്ങൾക്ക് അറിയാവുന്ന എന്തെങ്കിലും, നിങ്ങൾക്കൊന്നും അറിയത്തില്ലെങ്കിൽ നിങ്ങളുടെ ഡെയിലി ലൈഫ് തന്നെ വ്ളോഗിങ് ആക്കിയിട്ട് ഇടുന്ന ആൾക്കാരുണ്ട്. ഡെയിലി ലൈഫ് സ്റ്റൈൽ തന്നെ അതിനെക്കുറിച്ചൊരു വ്യത്യസ്തമായ രീതിയിൽ എന്തെങ്കിലും കൊണ്ടുവരാനുള്ള ഐഡിയ നിങ്ങൾക്ക് ആലോചിച്ചാൽ കിട്ടും. അപ്പോൾ അങ്ങനെ ചെയ്യാം. നിങ്ങൾക്ക് നല്ലോണം കുട്ടികൾക്കൊക്കെ, അതായത് മറ്റുള്ളവരെ ഒരു കാര്യം പറഞ്ഞ് മനസ്സിലാക്കാനുള്ള കഴിവുണ്ടെന്നുണ്ടെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും മോട്ടിവേഷണൽ വീഡിയോസോ, നിങ്ങൾക്ക് അറിയുന്ന എന്തെങ്കിലും ഒരു സ്കില്ലോ നിങ്ങൾക്ക് ഷെയർ ചെയ്യാം. പിന്നെ നിങ്ങൾ ടൈലറിങ് അറിയാം, കുറച്ച് സ്റ്റിച്ചിങ് ഒക്കെ അറിയാമെന്നുണ്ടെങ്കിൽ അത് ഇടാം. അങ്ങനെ എന്തെങ്കിലും നിങ്ങൾ തിങ്ക് ചെയ്താൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു കണ്ടൻറ്റ് കിട്ടും. അപ്പം എല്ലാവരും തന്നെ സ്റ്റാർട്ട് ചെയ്യണം. നമുക്ക് എന്തെങ്കിലും 2 മാസത്തിൽ ഒരിക്കലെങ്കിലും ഒരു $100 വന്നു കഴിഞ്ഞാൽ അതെന്ത് നല്ല കാര്യമല്ലേ. ഇപ്പോൾ എൻ്റെ കൂട്ടത്തിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ ചാനലുണ്ട്. സോ അവർക്ക് ഇതേപോലെ എന്നെക്കാളും കൂടുതൽ സബ്സ്ക്രൈബേഴ്സും ഉണ്ട്, അതേപോലെ തന്നെ മോണിറ്റൈസേഷനും ഉണ്ട്. അറ്റ്ലീസ്റ്റ് മന്ത്ലി വൺസ് അല്ലെങ്കിൽ 2 months വൺസ് എന്ന് പറയുന്ന അല്ലെങ്കിൽ ഒരു ഇൻകം വരുന്നുണ്ട്. അത് അവരുടെ ഒരു ഭയങ്കര സന്തോഷമാണ്. നമ്മൾ ഹാർഡ് വർക്ക് ചെയ്തിട്ട് നമുക്ക് എന്തെങ്കിലും ഒരു ഇൻകം കിട്ടുന്നതെന്ന് പറയുന്നത് അല്ലേ. അപ്പം അവൾ ഞാനിൽ വ്യത്യാസം വെച്ചാൽ നമ്മൾ കൺസിസ്റ്റൻ്റായിട്ട് വീഡിയോ പോസ്റ്റ് ചെയ്യുന്നതല്ല. എല്ലാത്തിനും ഒരു പേടിയാണ്, എന്താ പോസ്റ്റ് ചെയ്യേണ്ടത്, ഞാൻ ഈ പോസ്റ്റ് ചെയ്യുന്നത് ശരിയാവുമോ, എല്ലാത്തിനും ഒരു പെർഫെക്ഷൻ നോക്കും. നമ്മൾ കമ്പയർ ചെയ്യുന്ന വലിയ യൂട്യൂബേഴ്സെ വെച്ചിട്ടായിരിക്കും. അതാണ് അവിടുത്തെ ഒരു മെയിൻ പ്രശ്നം. വലിയ യൂട്യൂബേഴ്സിനെ വെച്ചൊന്നും കമ്പയർ ചെയ്യരുത്. നമ്മൾ ഇത് തുടങ്ങുമ്പോൾ നമുക്ക് ഒരുപാട് ഗുണങ്ങൾ കിട്ടും. എന്ന് വെച്ച് കഴിഞ്ഞാൽ തുടക്കത്തിൽ നമ്മുടെ എന്തായാലും ഒരു പെർഫെക്റ്റ് ആയിട്ടുള്ള വീഡിയോ ആയിരിക്കില്ല. പതുക്കെ നിങ്ങൾ ആ ഓരോ വീഡിയോസുകളും നിങ്ങൾ ഇട്ടുകൊണ്ട് വരുന്ന സമയത്ത് നിങ്ങൾ തന്നെ അറിയാൻ നിങ്ങൾ ഇമ്പ്രൂവ് ആവും. നിങ്ങളുടെ എഡിറ്റിങ്, നിങ്ങളുടെ ഷൂട്ട് ചെയ്യുന്ന വീഡിയോസിൻ്റെ ക്ലാരിറ്റി, നിങ്ങളുടെ കമ്മ്യൂണിക്കേഷന്, നിങ്ങളുടെ ഓഡിയൻസിനോട് നിങ്ങൾ സംസാരിക്കാനുള്ള ആ ഒരു കോൺഫിഡൻസ്, ഇതെല്ലാം നിങ്ങൾക്ക് ഇമ്പ്രൂവ് ആയി ഡേ ബൈ ഡേ ഇമ്പ്രൂവ് ആയാൽ വരിക. അപ്പോൾ അതുകൊണ്ട് പോസ്റ്റ് ചെയ്യുക, മറ്റേ വേറെ ഒന്നും ആലോചിക്കാതെ നിങ്ങൾക്ക് അറിയുന്നൊരു സ്കില്ല് വെച്ച് പോസ്റ്റ് ചെയ്യുക. അതും എവറി ഡേ പോസ്റ്റ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. അല്ലെങ്കിൽ അതിനൊരു കൺസിസ്റ്റൻസി ഉണ്ടാക്കുക. വീക്ക്ലി വൺസ് ആണെങ്കിൽ അങ്ങനെ, വീക്ക്ലി ട്വൈസ് ആണെങ്കിൽ അങ്ങനെ, അല്ലെങ്കിൽ ഡെയിലി ആണെങ്കിൽ അങ്ങനെ നിങ്ങൾ പ്ലാൻ ചെയ്യുക. എന്തെങ്കിലും ഒരു വീഡിയോസ് നിങ്ങൾക്ക് എന്തായാലും ടൈം കിട്ടും. നിങ്ങളിനി ഡെയിലി ജോലിക്ക് പോകുന്നവരാണെങ്കിൽ രാവിലെ നിങ്ങൾ ഒരുങ്ങുന്നത് തൊട്ട് നിങ്ങൾ അതിനുള്ള പ്രിപ്പറേഷൻ ചെയ്യാം. തിരിച്ച് വീട്ടിലേക്ക് വരുന്ന സമയത്ത് എന്തെങ്കിലും വീഡിയോസ് ഷൂട്ട് ചെയ്യാം. നിങ്ങൾ ഓഫീസ് ഡെയിലി ലൈഫ് ഷൂട്ട് ചെയ്യാം. അങ്ങനെ അവിടെ ഉണ്ടായ എന്തെങ്കിലും ഇൻസിഡൻസിനെ പറ്റി ഷെയർ ചെയ്യാം. അങ്ങനെ നിങ്ങൾക്ക് വീഡിയോസിന് വേണ്ടിയിട്ട് ഡെയിലി ലൈഫ് വളരെ കണ്ടൻറ്റാക്കി എടുത്തുകൊണ്ട് നല്ലോണം ഏൺ ചെയ്യുന്ന ആൾക്കാരും ഉണ്ട്. അപ്പം എന്തായാലും നിങ്ങൾ തുടങ്ങുക എന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം. കാരണം വേറെ ഒരു ഇൻവെസ്റ്റ്മെൻറ്റും ഇല്ലാതെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റിയൊരു നല്ലൊരു ഏർണിങ്സ് ഉണ്ടാക്കാൻ പറ്റിയ ഒരു പ്ലാറ്റ്ഫോമാണ് യൂട്യൂബ് എന്ന് പറയുന്നത്. അതാണ് എനിക്ക് മെയിനായിട്ട് എനിക്ക് യൂട്യൂബ് സജസ്റ്റ് ചെയ്യാൻ കാരണം. മറ്റേത് ബിസിനസ് നമുക്ക് തുടങ്ങണമെങ്കിലും നമുക്ക് നല്ല എഫേർട്ട് ഉണ്ട്. ഇതിന് എഫേർട്ട് ഇല്ല എന്നല്ല, അതായത് ആദ്യത്തെ ഒരു ഇനീഷ്യൽ ഇൻവെസ്റ്റ്മെൻറ്റ് വളരെ നിർബന്ധമാണ്. പക്ഷേ ഈ യൂട്യൂബിനെ സംബന്ധിച്ച് നമുക്ക് ചെറിയൊരു ഫോൺ മാത്രം മതി. നമ്മൾ ഡെയിലി കുക്ക് ചെയ്യുന്നുണ്ട്, നമ്മൾ വീട്ടുകാര്യങ്ങൾ നോക്കുന്നുണ്ട്, നമുക്ക്
കുറേ ടിപ്സുകൾ അതിൽ നിന്ന് പറഞ്ഞു കൊടുക്കാൻ വേണ്ടി പറ്റും. ചില ആൾക്കാർക്ക് ഓരോ ടോപ്പിക്കുകളെ പറ്റി നന്നായിട്ട് അറിയാൻ പറ്റും. ഇപ്പോൾ എനിക്ക് ഏറ്റവും ഇൻട്രസ്റ്റ് ഉള്ള ഒരു വിഷയം എന്ന് പറയുന്നത് സേവിങ്സുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പൈസ സേവ് ചെയ്യുക, പിന്നെ കൂടുതൽ സ്പെൻഡ് ചെയ്യാതെ പൈസ എങ്ങനെ എടുക്കാൻ വേണ്ടി പറ്റും, അങ്ങനെ കുറേ കാര്യങ്ങൾ ചെയ്യാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അത്തരത്തിലുള്ള വീഡിയോസുകളൊക്കെയാണ് കൂടുതലും ഞാൻ പോസ്റ്റ് ചെയ്യുന്നത്. അപ്പം റീസെൻ്റായിട്ടാണ് എനിക്ക് യൂട്യൂബ് ഇത്രത്തോളം ഭയങ്കരമായിട്ട് എത്രയോ ആളുകളുടെ ലൈഫിൽ വളരെ ഇമ്പോർട്ടൻറ്റ് റോള് ചെയ്യുന്നുണ്ടെന്നുള്ള മനസ്സിലായി. നമ്മൾ ആലോചിക്കണം, നമ്മൾ പബ്ലിക് പ്ലാറ്റ്ഫോമിൽ ഇടുമ്പോൾ ഉറപ്പായിട്ട് അതിന് എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ, വേറെ നെഗറ്റീവും പോസിറ്റീവും എന്തായാലും ഉണ്ടാവും. സോ ഈ കമൻറ്റുകളൊക്കെ പേടിച്ചിട്ടാണ് ഒട്ടുമിക്ക ആൾക്കാരും ഇങ്ങനെയൊക്കെ ചെയ്യുമല്ലോ, നമ്മൾ ചെയ്യുന്ന തെറ്റായ ആൾക്കാർ പറയുമല്ലോ, വിമർശിക്കുമല്ലോ എന്നൊക്കെ ഓർക്കുന്നവരുണ്ട്. സോ അതിനെപ്പറ്റിയൊന്നും നിങ്ങൾ വറീഡ് ആവണ്ട. നിങ്ങൾക്ക് അറിയുന്ന സ്കില്ലുകൾ, നിങ്ങൾക്ക് അറിയുന്ന കഴിവ്, നിങ്ങളുടെ ഒപ്പീനിയൻസൊക്കെ നിങ്ങൾക്ക് എക്സ്പ്രസ് ചെയ്യാം. നിങ്ങൾക്ക് അതൊക്കെ എടുത്ത് വീഡിയോസായിട്ട് ഇടാം. ഫേസ് മുഴുവനായിട്ട് കാണിക്കാൻ താല്പര്യമില്ല എന്നുണ്ടെങ്കിൽ അതനുസരിച്ചിട്ടുള്ള രീതിക്ക് വീഡിയോസ് ഷൂട്ട് ചെയ്താൽ മതി. അങ്ങനെ എല്ലാ തരത്തിലും നിങ്ങൾക്ക് യൂട്യൂബ് ഭയങ്കര യൂസ്ഫുൾ ആയിട്ടുള്ളൊരു പ്ലാറ്റ്ഫോമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് എല്ലാ ലേഡീസും ഞാൻ സ്റ്റാർട്ട് ചെയ്യണമെന്ന് പറയുന്നത്. കൺസിസ്റ്റൻ്റായിട്ട് ഒരു 1 year എങ്കിലും ഇട്ട് നോക്ക്, എന്തായാലും അതിൽ നിന്നൊരു ബെനിഫിറ്റ് കിട്ടും കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ എനിക്ക് ഇത്രയാണ് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ളത്. നിങ്ങൾ ആരെങ്കിലും പുതുതായിട്ട് സ്റ്റാർട്ട് ചെയ്യാൻ തുടങ്ങുന്നവരുണ്ടെങ്കിൽ നമ്മൾ വീഡിയോയിൽ താഴെ കമൻറ്റ് ചെയ്യുക. അപ്പോൾ കൂടുതൽ ഇത് കാണുന്ന ആൾക്കാർക്കൊക്കെ പ്രചോദനമാകും. അതേപോലെ തന്നെ ഈ വീഡിയോസ് മറ്റുള്ളവരേക്ക് എത്തണമെങ്കിൽ തന്നെ കമൻസും ലൈക്സും ഒക്കെ ഉണ്ടാവണമെങ്കിൽ മാത്രമാണ് വീഡിയോ വേറുള്ളവരിലേക്ക് എത്തുള്ളൂ. അപ്പോൾ അടുത്ത വീഡിയോയിൽ അടുത്ത ടോപ്പിക്കായിട്ട് വീണ്ടും കാണാം. അതുവരെ ബൈ ബൈ.